നമ്മളോടൊപ്പം PR ശിവശങ്കർ ചേരുന്നുണ്ട്. നമസ്തേ PR ശിവശങ്കർ. നമുക്കറിയാം ജനാധിപത്യത്തിന്റെ 4 തൂണുകളാണ് മാധ്യമങ്ങളെന്ന് പറയേണ്ടത്. മാത്രമല്ല ജനങ്ങളിലേക്ക് വാസ്തവം വിളിച്ചു പറയുന്ന മാധ്യമങ്ങൾ അതിനു പകരം ഈ വാസ്തവം വളച്ചൊടിച്ച് സത്യം വളച്ചൊടിച്ച് വാർത്തകൾ നൽകുന്നത് അല്പം ആശങ്കാജനകമാണ്. പ്രത്യേകിച്ച് റിപ്പോർട്ടർ TV പോലുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള ഇത്തരം വ്യാജ വാർത്തകൾ അത് സമൂഹത്തിൽ തെറ്റായ സന്ദേശമല്ലേ പടർത്തുന്നത്? നമസ്കാരം. ഇത് ഒരു വ്യാജ വാർത്തയുടെ തുടക്കം മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് നിരന്തരമായി ശ്രീ രാജീവ് ചന്ദ്രശേഖരനെതിരെയും അതിന് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ BJPക്കെതിരെയും പ്രത്യേകിച്ച് കേരളത്തിൽ ദൃശ്യ മാധ്യമങ്ങൾ നുണപ്രചരണങ്ങളുടെ ഒരു ദീർഘമായ പരമ്പര തന്നെ നിരന്തരം അഴിച്ചുവിട്ടിട്ടുണ്ട്. അത് നരേന്ദ്രമോദിക്കെതിരായാലും അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കൾക്കായാലും. ഇവിടെ കേരളത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ശക്തമായി BJP കുതിച്ച് മുന്നേറ്റം നടത്തുമ്പോൾ ആ രാഷ്ട്രീയ മുന്നേറ്റത്തെ തടയിടുവാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് അതല്ലെങ്കിൽ വേറെ ഏതോ ഒരു നേതാക്കളുടെ കയ്യിൽ നിന്നെല്ലാം പണം വാങ്ങിക്കൊണ്ട് CPMന്റെയോ കോൺഗ്രസിന്റെയോ പണം വാങ്ങിക്കൊണ്ടാണ് സംസ്ഥാനത്തെ BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവായ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായ ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇത്തരം നട്ടാൽ കുരുക്കാത്ത ഒരു നുണ. അത് 1998 തന്നെ നേരത്തെ തന്നെ സുപ്രീം കോടതി എല്ലാം തീർപ്പാക്കിയ അതിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്ന് സംസ്ഥാനത്തെയും സുപ്രീം കോടതി എല്ലാം വിധി പറഞ്ഞ ഒരു കേസിൽ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് സംസ്ഥാനത്തെ ഭരണകൂടങ്ങളും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും BJPയെ ഭയക്കുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ BJP ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതിശക്തമായി തിരിച്ചു വരുന്നു എന്ന് ഭയന്നിട്ട് രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തത് കൊണ്ട് മറ്റു രീതിയിലുള്ള ശിഖണ്ഡികളുടെ പോലെ മുന്നിൽ നിന്നുകൊണ്ട് തോൽപ്പിക്കുവാൻ ഈ വ്യാജ വാർത്ത കൊണ്ട് ശ്രമിക്കുകയാണ്. ഇത്തരം വ്യാജ വാർത്തകളൊന്നും സംസ്ഥാനത്തെ ജനങ്ങളെയോ അല്ലെങ്കിൽ BJP നേതാക്കളുടെ പ്രവർത്തകരുടെ ശക്തിയെയോ രാജീവ് ചന്ദ്രശേഖരനുള്ള കൂർണയോ ഒന്നും ഒരു തരി പോലും കുറയ്ക്കുവാൻ സാധ്യമല്ല എന്നവർ മനസ്സിലാക്കണം. ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചാനലുകൾ നിരന്തരമായി ഇത്തരം വാർത്തകൾ കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. വ്യാജ വാർത്ത അല്ലെങ്കിൽ മഞ്ഞ പത്രങ്ങളെ പോലും തോൽപ്പിക്കുന്ന ഇത്തരം വികലമായ വാർത്തകൾ സംസ്ഥാനത്തെ ജനങ്ങൾ വിശ്വസിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. അത്തരം ഒരു വാർത്ത ശരിയാണെങ്കിൽ അത് ശരിക്ക് സത്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കർണാടക സംസ്ഥാന സർക്കാരിനെതിരെയാണ് ആ വാർത്തയുടെ മുന പോകുന്നത്. കാരണം ഒരു BJPയുടെ മുതിർന്ന നേതാവ്, ഒരു സംസ്ഥാന അധ്യക്ഷൻ, മുൻ കേന്ദ്രമന്ത്രി, മുൻപ് ഇവിടുത്തെ കർണാടകയിൽ നിന്നും MP ആയിരുന്ന ഒരാൾ അവിടെ ഇത്തരമുള്ള ഒരു അഴിമതി കാണിച്ചിട്ട് ഇങ്ങനെ ഒരു ലാൻഡിൽ കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് ആ സംസ്ഥാനത്തെ ഇന്ത്യ സഖ്യത്തിന്റെ കൂടി വലിയ പിന്തുണയുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന ആ സംസ്ഥാനത്ത് ഒരു കേസെടുക്കാത്തത്? VK ശിവകുമാറും അവിടുത്തെ മുഖ്യമന്ത്രിയും എല്ലാം പോഴന്മാരെന്നാണോ? അല്ലെങ്കിൽ അവരും BJPയുടെ സഖ്യകക്ഷികളോ രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെ നിൽക്കുന്നവരെന്നാണോ CPMും അതുപോലെ തന്നെ കോൺഗ്രസും കരുതുന്നത്? അതുകൊണ്ട് സ്വന്തം സംസ്ഥാന സർക്കാരിന് പോലും താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ആ കാര്യത്തിൽ തെറ്റ് ഒന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു വിഷയത്തെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇരു മുന്നണികളും ഉയർത്തിക്കാട്ടുന്നത് രാഷ്ട്രീയ പാപ്പരത്വമാണ്. അതിലുപരി ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് കാണിക്കുന്ന കൊടും ക്രൂരതയാണ്. മഞ്ഞപ്പത്ര ഒരു മാധ്യമത്തിന്റെ ഏറ്റവും വികൃതമായ രൂപമാണ് ഇന്ന് കാണുന്നത്. അതിനെതിരെ ശക്തമായ നിയമ നടപടിക്കും അതുപോലെ തന്നെ രാഷ്ട്രീയമായ പ്രചരണ പരിപാടികൾക്കും BJP തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഒരു സംശയവുമില്ല, ഇതിൽ റിപ്പോർട്ടർ ചാനലിനും അതിന്റെ മാധ്യമ പ്രവർത്തകർക്കും മാപ്പ് പറയേണ്ടി വരും. നന്ദി സാർ. എന്തായാലും റിപ്പോർട്ടർ TVക്കെതിരെ 100 കോടിയുടെ മാനനഷ്ട കേസ് വ്യാജ വാർത്ത ചമച്ചതിന് റിപ്പോർട്ടർ TVക്കെതിരെ മാനനഷ്ട കേസ് നൽകിയിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ.